വേണി സാറുടെ വേണി സാറിട്ട് നമുക്ക് മുമ്പായിക്കാനൊക്കെ കേൾക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്കറിയാം ഒരുപാട് നമുക്കറിയുന്ന ഒരുപാട് പാട്ടുകൾ ഒക്കെ ഉണ്ടാക്കിയതാവില്ല മഹാനായ ആളാണ് നമ്മളിവിടെ അടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മുമ്പായിക്കാൻ്റെ ഒരു പാട്ട് വേണി സാറിൽ നിന്ന് കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സാറിന് ഇഷ്ടമുള്ളൊരു പാട്ട് ഏതെങ്കിലും? ഞാൻ വേറെ ഒന്നുമല്ല, ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ഒരു ഹോസ്പിറ്റൽ സ്റ്റേ കഴിഞ്ഞിട്ട് ഇത്തിരി ക്ഷീണത്തിലാണ്. പക്ഷേ സമീർ ഇന്നലെ ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ട് ഒരുമിച്ച്. അപ്പോൾ പറഞ്ഞ് വേണിച്ചേട്ടൻ മുമ്പായിക്കടെ ഒരു പാട്ട് പാടണം. ഞാൻ പറഞ്ഞു മുമ്പായിക്കടെ ഒരു പാട്ട് മുഴുവൻ പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ മുമ്പായിക്കുമായിട്ടുള്ളൊരു ഓർമ്മകൾ 10-22 വർഷത്തെ മുമ്പായിക്കായിട്ടും ആ കുടുംബമായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഒരു കുടുംബമാണ്, ഓർക്കസ്ട്ര കുടുംബം എന്നാണ് മുമ്പായിക്ക പറഞ്ഞത്. ആ ഓർമ്മകളുടെ ഒരു 1-2 കാര്യങ്ങൾ എനിക്ക് പങ്കുവെക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ 2 വരി പാടാം എന്ന് പറഞ്ഞു. നേരത്തെ റാസ പറഞ്ഞ പോലെ തന്നെ മുമ്പായിക്കയെ പറ്റി പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ വരും. പക്ഷേ കൂടുതൽ അടുത്ത ആൾക്കാർക്ക് നമ്മളെല്ലാവരും ഒരു വിങ്ങലും കൂടിയാണ് മുമ്പായിക്ക എന്ന് പറയുമ്പോഴത്തേക്കും. അത് മുമ്പായിക്കയുടെ പാട്ട് കേട്ട് ആസ്വദിച്ചിരുന്ന ആരാധകർക്കും ആ വിങ്ങലുണ്ട്. അതൊരിക്കലും നമുക്ക് മായ്ക്കാൻ പറ്റില്ല. അത് ഈ കാലയവനികൾക്കുള്ളിൽ ഇങ്ങനെ നമ്മൾ പോയി തീരണം, എന്നാലേ അത് തീരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു പാട്ടിൻ്റെ ഏതാനും വരികൾ മാത്രം പാടാം. മുമ്പായിക്കയുടെ മിക്ക വർക്കും അസിസ്റ്റ് ചെയ്യണത് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായ പ്രഗത്ഭ വയലിനിസ്റ്റായിട്ടുള്ള ഹെറാൾഡാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേരും 50-50 ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞിരിക്കാൻ സിനിമയുടെ തിരക്കുകളുണ്ട്, പിന്നെ അതിൻ്റേതായിട്ടുള്ള ചില പ്രഷറുള്ളതിൻ്റെ പേരിൽ ഞാൻ വല്ലപ്പോഴൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം മുമ്പായിക്ക് എന്നോട് പറഞ്ഞു നീ അടുത്ത വർക്ക് നീയാണ് ചെയ്യണം എന്ന് പറഞ്ഞു. അത്ര സ്വാതന്ത്ര്യമുണ്ട്, നമ്മുടെ കാരണവരാണല്ലോ. ഞാൻ ഓക്കെ നമുക്ക് പാട്ടൊന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് വേണ്ട പോലെ ചെയ്യാം എന്ന് പറഞ്ഞു. ശരി ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഓരോ പാട്ട് പാടി കേൾപ്പിച്ചു. അപ്പോൾ എനിക്ക് ആ മിക്ക പാട്ടിൻ്റെയും രാഗങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒരു പാട്ട് മാത്രം പാടിയപ്പോഴത്തെ എനിക്കൊന്നും മനസ്സിലായില്ല, അതിൻ്റെ രാഗം മനസ്സിലായില്ല. ഞാൻ ഉടനെ തന്നെ മുമ്പായിക്കോട് പറഞ്ഞ് മുമ്പായിക്കട ഒരു ഹിന്ദുസ്ഥാനി സംഗീതത്തോട്ടുള്ള ഗസൽ മാത്രമല്ല ഹിന്ദുസ്ഥാനി സംഗീതത്തോട്ടുള്ള അഭിനിവേശം കൊണ്ടാണ് ഞാനും ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ അപ്പോഴേക്കും സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്ന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, അത് മരണം വരെ പഠിക്കണമല്ലോ. പക്ഷേ ഇതുവരെയായിട്ടും ഈ രാഗം എനിക്ക് മനസ്സിലായിട്ടില്ല. അവർ പറഞ്ഞു മിയാക്കി മൽഹാർ എന്ന് പറഞ്ഞ രാഗത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് നിർബന്ധം കൊണ്ട് ചെയ്തു പോയതാണ്, എനിക്കും വലിയ നിശ്ചയമുണ്ടായിട്ട് ചെയ്തതല്ല. ONV സാർ ഇത് കവിത എഴുതി തന്നിട്ട് പറഞ്ഞ് ഇത് മിയാക്കി മൽഹാറിൽ ചെയ്യണം, വേറൊരു രാഗവും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ കർശനമായ ഓർഡർ ഇട്ട് എൻ്റെ പേരിൽ അദ്ദേഹം അത് കഷ്ടപ്പെട്ട് ചെയ്തു എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ആ കഷ്ടപ്പെട്ട് ചെയ്തതിൻ്റെ കഷ്ടപ്പാടൊന്നും എൻ്റെ അകത്തില്ല, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മിയാക്കി മൽഹാർ ഒരുപാട് പഠിച്ചു. അതാണ് കഷ്ടപ്പാടല്ല ശരിക്കും മ്യൂസിക് എന്ന് പറഞ്ഞാൽ, അത് ദൈവം മോളിൽ നിന്ന് ഇങ്ങനെ തരുന്നതാണ്. അങ്ങനെ വേണ്ടുവോളം തന്ന ഒരാളാണ് മുമ്പായിക്ക. ഞങ്ങളപ്പോൾ അടുത്തിരുന്ന് ഇങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേജിൽ പാടുമ്പോഴല്ല, പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാനും ഹാർമോണിയം വായിക്കണമല്ലോ ഗിറ്റാർ വായിക്കണ്ടേ, മുമ്പായിക്ക പാടുമ്പോൾ ഇതിൻ്റെ അപ്പുറം ഒരു ലയമില്ല എന്ന് തോന്നും. അത് മുഹമ്മദ് റാഫി സാബിനൊക്കെ ഉള്ള ആ ലയം തന്നെ മുമ്പായിക്കൊക്കെ ഉണ്ടല്ലോ എന്ന് എത്രയോ തവണ തോന്നിയിട്ടുണ്ട്. അതാണ് മുമ്പായിക്ക. പക്ഷേ മുമ്പായിക്ക കേരളത്തിൽ മട്ടാഞ്ചേരിയിൽ അതിൻ്റെ പേരിൽ നമ്മൾ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഇദ്ദേഹം ബോംബെയിലായിരുന്നെങ്കിൽ വേറൊരു ലെവലിലേക്ക് വന്നേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അടുത്തും കൂടി എനിക്കൊരു ഡയറക്ടർ അയച്ചു തന്നു. ഞാൻ ചെയ്ത ഓർക്കസ്ട്ര വർക്ക് തന്നെയാണ്, റാഫി സാബാണ് മെയിനായിട്ട് ഒറിജിനൽ പാടിയിരിക്കുന്നത്. ഈ ശബ്ദം ആരുടെയാണെന്ന് അറിയാമോ? ഞാൻ ഒറ്റ പ്രാവശ്യം ഒരു വരി കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് മുമ്പായിക്ക, നമ്മുടെ 1 and only മുമ്പായിക്ക എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒറിജിനലായിട്ടൊന്ന് കേട്ട് നോക്കിയപ്പോഴത്തേക്കുമാണ് വലിയ വ്യത്യാസമൊന്നുമില്ല, ഭാവത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ശ്രുതിയുടെ കാര്യത്തിലായിക്കോട്ടെ. അതാണ് മുമ്പായിക്ക. അതുകൊണ്ടാണ് എത്ര നാൾ കഴിഞ്ഞാലും മുമ്പായിക്കയുടെ ശബ്ദം നമുക്ക് ഈ ലോകത്ത് നിന്ന് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ് ഇതെനിക്ക് അറിയാൻ പാടില്ലാത്ത രാഗത്തിൽ, ഞാൻ ബാക്കി 9 പാട്ടും ഞാൻ ചെയ്യാം, ഈ അറിയാൻ പാടില്ലാത്ത രാഗത്തിൽ എങ്ങനെ ഞാൻ ചെയ്യും? അപ്പം മുമ്പായിക്ക പറഞ്ഞു അത് കുഴപ്പമില്ല, നീ അത് പഠിക്കാനും നിൽക്കണ്ട, നീ ഈ ട്യൂൺ ഞാൻ തന്നേക്കുന്ന ട്യൂൺ ഒരു 3-4 പ്രാവശ്യം ആവർത്തിച്ചാൽ നിനക്കൊരു ഐഡിയ വരും, അതിന് കഴിവുണ്ട് നിനക്ക്, നീ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3-4 ആവർത്തി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തൊക്കെയോ ഒരു ഐഡിയ വന്ന് ആ ഐഡിയ ഞാൻ കുറിച്ചിട്ടു. എന്നിട്ട് ഏതാണ്ട് ഒരു ഉച്ച സമയമായപ്പോഴത്തേക്കുമാണ് ഈ പാട്ട് മിയാക്കി മൽഹാറിലെ ഈ പാട്ട്, നിങ്ങൾക്കറിയാൻ പറ്റുമോ പാട്ട് എന്താണ്, അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മുമ്പായിക്ക ഞാനിവിടെ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കണത്. വേറൊന്നും പറയാനില്ല, എടാ ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അപ്പുറം പോയതിൻ്റെ ഓർക്കസ്ട്ര എന്ന് പറയും.
ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ എനിക്കിതിൻ്റെ ഒരു ആരോഹണം പോലും അറിയാൻ പാടില്ല, ഞാനിത് എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഓൺലി ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എങ്ങനെയൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് മുമ്പായിക്ക് തിരുവനന്തപുരത്ത് പോയി ONV സാറിനെ കേൾപ്പിച്ചു. ONV സാർ ഇത് തന്നെ പറയാൻ, ഞങ്ങൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെ അവിടെ ഞാൻ പറഞ്ഞു, ഞാൻ ആ പാട്ട് കേട്ടു, ഓർക്കസ്ട്ര എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ രാഗം കുറച്ച് ടഫാണ്, എല്ലാവർക്കും അറിയാം. ഒരു സീനിയർ ലെവലിൽ ഞങ്ങൾ 7 വർഷം പഠിക്കുമ്പോഴത്തേക്കും 7ാമത്തെ വർഷമൊക്കെ പഠിക്കുന്ന രാഗമാണ് ഈ മിയാക്കി മൽഹാർ. പിന്നെ വക്രതയുള്ള വളഞ്ഞ രാഗമാണ്, പക്ഷേ അതിൻ്റെ ഭാവതീവ്രത അപാരമാണ്. അപ്പോൾ അത്രയും പക്വത വന്നെങ്കിൽ ആ രാഗം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആ രാഗത്തിൽ ചെയ്തു. പിന്നെ ഈ 2 നാഷണൽ അവാർഡ് ഞങ്ങൾക്ക് കിട്ടി, ONV സാറിൻ്റെ നിന്നും മുംബൈക്കിടെ നിന്ന്. അത് കഴിഞ്ഞ് മുംബൈക്ക് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മെയിൻ പാട്ടിൽ ഒരു പാട്ടായി ഈ പാട്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞാൻ എൻ്റെ സീസൺ കുറച്ചൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാട്ടിൻ്റെ മഹത്വം മനസ്സിലായത്. എൻ്റെ മൂത്ത മോനാണ് സ്കൂളിൽ പഠിക്കാൻ, താൻസൺ എന്നാണ് പേര്. ഇപ്പം ഞങ്ങൾ 2 കൂടിയാണ് മ്യൂസിക് ചെയ്യുന്നത്. പറഞ്ഞു, അപ്പച്ച ഈ പാട്ടിൻ്റെ മിയാക്കി മൽഹാർ എന്ന് അറിയാൻ പാടില്ലെന്ന്, പാടുക സൈകൾ എന്നുള്ള പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തന്നെ. എനിക്കൊരു റിയാലിറ്റി ഷോ ഉണ്ട്, അപ്പോൾ എൻ്റെ ഫൈനലിസ്റ്റിന് തൊട്ട് മുമ്പുള്ള ഷോയാണ്, എനിക്കിത് പാടണം എന്ന് പറഞ്ഞു. ഞാൻ മുമ്പായിക്കുള്ളല്ലേ, ഞാനതിനെ പറഞ്ഞതിന് ഞാൻ പറഞ്ഞ അതിനൊരു പരിധിയുണ്ട്, മുമ്പായിക്കൂടെ നേരെ വിളിച്ചോ എന്ന് പറഞ്ഞു. വിളിച്ചപ്പോഴത്തേക്കും മുമ്പായിക്ക് ഒരു പലതവണ ആവർത്തിച്ച് പാടിച്ചു, ഒരുപാട് കറക്ഷൻ കൊടുത്തു, നല്ല പെർഫെക്റ്റ് ആക്കിയാണ് ഫോണിലാണെങ്കിൽ പോലും ചെയ്ത്. അതേപോലെ തന്നെ 2ാമത്തെ മകൻ, 3 മക്കൾക്കും സംഗീതം ഉള്ളതാണ്. 3 പേരെ അനുഗ്രഹിച്ച് എന്നെ അനുഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം പോയത്. എൻ്റെ കുടുംബത്തിൽ എന്നെ അനുഗ്രഹിച്ച ഒരു കാരണവരാണ് മുമ്പായിക്ക്. അപ്പോൾ പക്ഷേ ഇത് ഞങ്ങൾ തിരുവനന്തപുരത്താണ് എൻ്റെ ഷൂട്ടിംഗ് നടത്തിയത്. അത് കണ്ടാൽ നമുക്ക് കണ്ണീന്ന് വെള്ളം വരും. നമ്മുടെ കുടുംബത്തിലെ 4 പേര് ഒരുമിച്ച് പോയി കളഞ്ഞല്ല എന്ന് ഓർത്തിട്ട്. അത് ONV സാറ്, മുമ്പായിക്ക, രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഹാർമോണിസ്റ്റ്, അതേപോലെ തബലിസ്റ്റ് ടിപ്പിച്ചൻ. അത് നമുക്ക് ഒരിക്കലും നികത്താനാവാത്ത ഇടമായിപ്പോയി. എന്തായാലും ഞാനൊന്ന് പാടാൻ ശ്രമിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല കാര്യം. അപ്പം ഇങ്ങനെ വന്ന് പല മ്യൂസിക്കല്ലേ നമ്മൾ സംസാരിക്കുള്ളൂ. ഇങ്ങോട്ട് ഓട്ടോറിക്ഷയ്ക്ക് വന്ന വഴി നമ്മൾ തബലിസ്റ്റ്, സിത്താറിസ്റ്റ് ഇതൊക്കെ പേരറിയാൻ പറ്റുമല്ലോ. അവർ പറഞ്ഞു, നമുക്കിത് വെറുതെ ജസ്റ്റ് ഒന്ന് പാടണതിന് വരെ എന്തെങ്കിലും സ്വരങ്ങളൊക്കെ ഇട്ട് പാടാൻ പാടില്ലേ? നമ്മൾ ആ സ്വരങ്ങളൊക്കെ ഇട്ട് പാടാം. ഇവിടെ ഇവിടത്തേക്ക് അറ്റപ്പറ്റ സമയം മീറ്റിംഗ് തീർന്ന് വോട്ട് ഓഫ് താങ്ക്സ്, ഇനി എന്ത് സ്വരം ഇട്ട് പാടാനാണ്? എന്നാലും എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ, അവർ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലൊരു സ്പിരിറ്റ് കയറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്തൊക്കെയോ പാടും. ചിലപ്പോൾ തെറ്റായിരിക്കും, അബദ്ധമായിരിക്കും, ഒന്നും തോന്നരുത്.
സൈകൾ പാടൂ, പാടുക സൈകൾ പാടൂ, നിൻ രാജകുമാരിയെ പാടി പാടിയുറക്കൂ, പാടി പാടിയുറക്കൂ. സ്വപ്നനഗരിയിലെ പുഷ്പശയ്യയിൽ നിന്ന, സ്വപ്നനഗരിയിലെ പുഷ്പശയ്യയിൽ നിന്ന മുഗ്ധ സൗന്ദര്യത്തെ ഉണർത്തരുതേ, ആരും ഉണർത്തരുതേ. പാടുക സൈകൾ പാടൂ, പാടുക സൈകൾ പാടൂ. ആയിരത്തൊന്നുരാവിൽ നീളും കഥകൾ പോലെ ഗായക നിർത്തരുതേ നിൻഗാനം, നിൻഗാനം. ആയിരത്തൊന്നുരാവിൽ നീളും കഥകൾ പോലെ ഗായക നിർത്തരുതേ നിൻഗാനം, നിൻഗാനം. നിന്മന്ത്രമധുര വിഷാദസ്വരങ്ങൾ, നിന്മന്ത്രമധുര വിഷാദസ്വരങ്ങൾ പ്രാണ തന്ത്രികളേറ്റുവാങ്ങും സാന്ത്വനങ്ങൾ. പാടുക സൈകൾ പാടൂ, നിൻ രാജകുമാരിയെ പാടി പാടിയുറക്കൂ, പാടി പാടിയുറക്കൂ. പാടുക സൈകൾ പാടൂ. sa 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 pa ni sa ga ma pa ga ri ni ni sa ni sa 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 ma ma ri pa 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 ma 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 pa 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 ni da ni sa sa 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 ni ri ri ni ri ri ni ri ri ni sa sa ri ri ma ma pa ma ga ma ri ri sa ni sa da ni pa da ma pa ga ma ri ga sa ni ri sa ni sa da ni pa da ma pa ga ma ri ga sa ni ri sa sa ri ma pa ni da ni sa sa ri ma pa ni da ni sa sa ri ma pa ni da ni sa. സംഗമങ്ങൾ തൻ രോമഹർഷങ്ങൾ തമ്മിൽ വേർപെടും ആത്മാക്കൾ തൻ വേദനകൾ, വേദനകൾ. സ്നേഹസംഗമങ്ങൾ തൻ രോമഹർഷങ്ങൾ തമ്മിൽ വേർപെടും ആത്മാക്കൾ തൻ വേദനകൾ, വേദനകൾ. ജീവശാഖയിൽ ഋതുഭേദങ്ങൾ ഉണർത്തി, ജീവശാഖികൾ ഋതുഭേദങ്ങൾ ഉണർത്തി, നീയതിൽ പാടൂ പാടൂ കുയിലേ, പാടുക സൈകൾ പാടൂ, രാജകുമാരിയെ
പാടി പാടിയുറക്കൂ, പാടി പാടിയുറക്കൂ. സ്വപ്നനഗരിയിലെ പുഷ്പശയ്യയിൽ നിന്ന, സ്വപ്നനഗരിയിലെ പുഷ്പശയ്യയിൽ നിന്ന മുക്ത സൗന്ദര്യത്തെ ഉണർത്തരുതേ, ആരും ഉണർത്തരുതേ. പാടുക സൈക പാടു, പാടുക സൈക പാടൂ, പാടൂ.